അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കേണ്ട ആവശ്യം എന്നേക്കാൾ അവൾക്കാ. ഇങ്ങനെ കൊല്ലുന്നതും ചാവുന്നതും ഒന്നും പറയല്ലേ, കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നല്ലേ പറഞ്ഞത്. ഈ താക്കോലും ഈ കവറും നീ സൂക്ഷിച്ചു വെക്കണം. എന്താ ഇത്? നമ്മുടെ ബാങ്ക് ലോക്കറിന്റെ താക്കോല. ഈ കവറിനുള്ളില് ലോക്കറിന്റെ കോഡ് നമ്പർ, പാസ്ബുക്ക്, ചെക്ക് ബുക്ക്. ഈ താക്കോലും കവറും നഷ്ടപ്പെടുത്തരുത്. എന്തിനാ അത് എന്റെ ഹാൻഡ് ബാഗിൽ വെക്കുന്നേ? ഹേയ്, ചെറിയൊരു മുൻകരുതൽ. എന്താണെന്ന് പറ. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിനക്ക് പിന്നെയും ജീവിക്കണ്ടേ അമ്മ? ആ ജീവിതത്തിനൊരു സുരക്ഷ വേണ്ടേ? ഇയാളിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് എനിക്കെന്തിനാ സുരക്ഷ? ഈ ഭൂമിയിലെ എല്ലാ സ്വത്തും കൊണ്ടുവന്ന് എന്റെ കാൽ കീഴിൽ വെച്ചാലും ഇങ്ങനൊരാൾക്ക് പകരാവോ അത്? നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലോ അമ്മ? കുറച്ചുകൂടി പക്വത കാണിക്കണ്ടേ? വേണ്ട, എന്നോടൊന്നും പറയണ്ട. നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന എന്തിനാ? മരിച്ചുപോയാലെന്ന് കരുതിയിട്ടാണോ? അല്ല, പക്ഷേ നമുക്കൊരു കരുതലുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വേണ്ടപ്പെട്ടവർ വഴിയാധാരമാവരുത്. അങ്ങനെ കണ്ടാ മതി. ഇതും ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ്. അങ്കിൾ എങ്ങോട്ടാ രാവിലെ ഒരു യാത്ര? പറയാം. ആദ്യം നീ നിന്റെ അമ്മയെ വിളിക്കേ. ചെല്ല. ഇനിയൊന്നും എടുക്കാനില്ലല്ലോ അമ്മോ? എനിക്കൊന്നിനും വയ്യാത്ത അവസ്ഥയായി പോയല്ലോ. ഇല്ലെങ്കിൽ ഞാനും കൂടി. നീ തൽക്കാലം ഇവിടെ സമാധാനമായിട്ടിരുന്നാ മതി. എനിക്കെങ്ങനെ സമാധാനം കിട്ടും? എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആ യക്ഷിയുടെ അടുത്തേക്കാണല്ലോ പോകുന്നതെന്ന് ഓർക്കുമ്പോ. നീ അങ്ങനെയൊന്നും ഭയപ്പെടണ്ട. എന്നെ അപായപ്പെടുത്താനൊന്നും കൽപ്പനയ്ക്ക് പറ്റില്ല. പോലീസും നിയമമൊക്കെ ഉള്ള നാട്ടിൽ തന്നെ അവളും ജീവിക്കുന്നേ. ശീതള് കൽപ്പനയുടെ കൈവശമായതുകൊണ്ട് നമുക്ക് സാഹസമൊന്നും കാട്ടാനും പറ്റില്ല. എന്നാലും സൂക്ഷിക്കണേ. കൊലക്കുറ്റത്തിന് ജയിലിൽ പോയവളല്ലേ? അതെ. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ജയിലിലേക്ക് പോകാൻ അവൾക്ക് തീരെ താല്പര്യം കാണില്ല. സ്വത്ത് കൈയടക്കിയാൽ മാത്രം പോരല്ലോ, അതനുഭവിക്കും കൂടി വേണ്ടേ? നരേന്ദ്ര, നീ എവിടെ പോകുന്നു? കൽപ്പന ഒരു കൂടിക്കാഴ്ചക്ക് വിളിച്ചിട്ടുണ്ട്. ശീതളിനെ അവൾ ഒളിപ്പിച്ചിരിക്കുകയാണല്ലോ. അവൾക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് ശീതളിനെ തിരികെ കൊണ്ടുവരണം. അങ്കിൾ ഒറ്റയ്ക്ക് പോകാനോ? അങ്കിളെ ഞാനും കൂടി വരാം, ഇല്ലെങ്കിൽ ദേവനും വിടാം. നിങ്ങളുടെ സഹായം തൽക്കാലം ആവശ്യമില്ല. ആവശ്യം വരുമ്പോൾ ഞാൻ പറയാം. അങ്കിൾ ഒറ്റയ്ക്ക് കൽപ്പനയെ കാണാൻ പോകുന്ന അപകടമാണെന്ന് എന്റെ അഭിപ്രായം. പോലീസിലും കൂടി ഒന്ന് അറിയിക്കുന്നതായിരിക്കും ബുദ്ധി. എന്റെയും നിന്റെയും പോലീസിന്റെ ഒന്നും ബുദ്ധിയല്ല കൽപ്പനയുടെ ബുദ്ധി. അവളുടെ പിറകിൽ വേറെ ആളുകളുണ്ട്. എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ 7 അയലത്ത് പോലീസ് ഉണ്ടെങ്കിൽ അവരത് തിരിച്ചറിയും. പിന്നെ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് എന്റെ മകളാ. എനിക്കെന്റെ മകളെ തിരിച്ചു കിട്ടണം. അത് കഴിഞ്ഞുള്ളൂ മറ്റെന്തും. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അത് എന്റെ കടമ. ആ ചേച്ചി, ഇപ്പോ നിങ്ങളുടെ കടമ അമ്മുവിനെ നോക്കാന്നുള്ളതാ.
അവൾക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ലപോലെ കെയർ ചെയ്യണം. ഞാൻ തിരിച്ചെത്തുന്നതുവരെ. അത് പ്രത്യേകിച്ച് പറയണോ നരേന്ദ്ര? ഞങ്ങളില്ലേ ഇവിടെ? നീ എന്നാ തിരിച്ചു വരുന്നേ? അത് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ തിരിച്ചു വന്നിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ, ചിലപ്പോ അതിനപ്പുറം പോയിന്നിരിക്കും. ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. അമ്മുവിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ഒന്നിനും ഒരു കുറവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവളോട് ചോദിക്കും, നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? നിനക്കെന്താ ഞങ്ങളെ സംശയമാണോ? ഹേയ്, ഒരു സംശയമില്ല. വളരെ നല്ല മനുഷ്യരല്ലേ. അമ്മോ, ഞാൻ ഇറങ്ങാം. പോട്ടെ. വിഷമിക്കില്ലേ, ഞാൻ വിളിക്കാം. അങ്കിളെ, അല്ല, കൽപ്പനയുടെ ചതിയിലെന്ന് ചെന്ന് കുടുങ്ങല്ലേ എന്ന് പറയാനാ. ഓ, എന്തൊരു ശുഷ്കാന്തി എന്റെ കാര്യത്തില്. മനസ്സിലിരിപ്പ് എനിക്കറിയാം. എനിക്ക് വല്ലതും സംഭവിച്ച അതോടെ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുമല്ലോ അല്ലേ? ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ ശരി, നമുക്ക് പിരിയാം. പിന്നെ നിന്നെ പിരിയുക എന്ന് പറഞ്ഞാ എൻ്റെ ചങ്ക് പറിച്ച് കളയുന്ന പോലെയാ. നീ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഞാൻ വേറെ എന്ത് ചെയ്യാനാ? എനിക്ക് വേറെ കോൾ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ? ആ ജയശീല, എന്തുണ്ട് പുതിയ വാർത്ത? അങ്കിൾ ഇന്ന് കൽപ്പനയെ കാണാൻ പോയിട്ടുണ്ട്. ഇവിടുന്ന് തിരിച്ചു. എപ്പോ? ഇപ്പൊ ഇറങ്ങിയതുള്ളൂ. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞങ്ങൾക്ക് ഉറപ്പാവണ്ടേ? മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് ഒന്നും ചെയ്യുന്ന ആളല്ലേ നരേന്ദ്രൻ തമ്പി. ആളിന്റെ സ്വഭാവമൊക്കെ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. നിങ്ങളുടെ ടീം റെഡിയാണോ? ടീമൊക്കെ റെഡിയാണ്. പക്ഷെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാൻ 1 മണിക്കൂറെങ്കിലും എടുക്കും. അത് സാരമില്ല. ദേവൻ അങ്കിളിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്കിൾ എവിടെ എത്തിയെന്നും മറ്റുള്ള കാര്യങ്ങൾ അവൻ നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കും. 1 മണിക്കൂറിനകം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുവോ? ഓക്കെ, അത് ഞാൻ ഏറ്റു. ഹലോ ദേവ, നീ എവിടെയാ? ഞാൻ ടൗണിനടുത്ത് തന്നെ ഉണ്ട് ചേട്ടാ. അങ്കിൾ ഇതുവഴി കടന്നു പോയിട്ടില്ല. ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ ഹരീഷിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ടീം 1 മണിക്കൂറിനകം റെഡിയാവും. 1 മണിക്കൂറോ? അതിനകം അങ്കിൾ 100 കിലോമീറ്റർ അകലെ എത്തും. എടാ, അതുകൊണ്ടാണ് എന്നോട് ഫോളോ ചെയ്യാൻ പറഞ്ഞത്. അങ്കിൾ നിന്നെ കാണുകയോ സംശയിക്കുകയോ ചെയ്യരുത്. ഹെൽമെറ്റ് ഉണ്ടല്ലോ അല്ലേ? ഹെൽമെറ്റും കോട്ടും ഒക്കെ ഉണ്ട്.
ഹരീഷിനെയും ടീമിനെയും നീ കൃത്യമായിട്ട് വിവരം അറിയിച്ചുകൊണ്ടേയിരിക്കണം. എവിടെ എത്തി, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ. ശരി. നീ അബദ്ധമൊന്നും കാണിക്കരുത്. അയാളെ തട്ടേണ്ടത് അവന്മാരുടെ ചുമതലയാ, നമ്മുടെ അല്ല. അതെപ്പോഴും ഓർമ്മ വേണം. അതൊക്കെ എനിക്കറിയാം. നമ്മൾ ഇതിൽ നേരിട്ട് ഇടപെടുകയേ വേണ്ട. അങ്ങനെ ഒരു സൂചന പോലും ആർക്കും കിട്ടാനിടയാവരുത്. സംഭവ സ്ഥലത്ത് നീ പോവുകയേ വേണ്ട. ശരി ചേട്ടാ. അങ്കിളിന്റെ കാർ പാസ് ചെയ്ത് പോയി ചേട്ടാ. ഞാൻ വിളിക്കാം. ആ ശരി. കാണുന്നില്ലല്ലോ. അങ്കിൾ ഇതുവരെ വന്നില്ലേ? ഇല്ല. ഹാ, ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. ആ സതീഷേ, നീ ഈ കാർ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെക്കണം. എന്നിട്ട് ജംഗ്ഷനിൽ വന്ന് വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ അപ്പോഴേക്കും അങ്ങ് എത്തും. ദാ അങ്കിളെ, ഇതെവിടെയാ? ശരി. അങ്കിള് നല്ല പാർട്ടിയാ. കല്യാണത്തിന് ഇറങ്ങുന്ന പോലെയാണോ ഓപ്പറേഷൻ നരേന്ദ്ര നമ്പി പ്രോഗ്രാം? എടാ, ഞാൻ 2 മിനിറ്റല്ലേ താമസിച്ചുള്ളൂ. അയാൾ പുറപ്പെട്ടിട്ട് മണിക്കൂർ ഒന്നായി അങ്കിളെ. നമുക്ക് പോവാം. ഏതാ വണ്ടി? ഇതാണോ? ആ, സ്വന്തം കാറിലൊക്കെ പോകുന്ന റിസ്ക് അല്ല അങ്കിളെ, അതും ഒരു കൊലപാതകത്തിന്. ഇത് നമ്മുടെ വിക്രമൻ മദ്രാസിൽ നിന്ന് വായിക്കൊണ്ട് വന്നതാ, കള്ളപ്പേരിൽ. ഈ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി മാത്രം. ആ, രജിസ്ട്രേഷൻ ഒന്നും മാറ്റിയിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നമുക്ക് തലയൂര. കൊള്ളാം, നന്നായിടാ. ഇതാരുടെ ബുദ്ധിയാ? ചോദിക്കണോ അങ്ങളെ? വണ്ടി എങ്ങനെയുണ്ട്? 8 സീറ്ററാ. നമുക്ക് എല്ലാവർക്കും കൂടി സുഖമായിട്ട് പോയിട്ട് വരാം. കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ തിരിച്ചു വരണ്ട. അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ മതി. ആ, എന്നാ വണ്ടിയിലോട്ട് കയറി. തമ്പി 50 കിലോമീറ്റർ കഴിഞ്ഞു. ദേവരാജ ഇത്രയും മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓടിയെത്തണ്ടേ? അവൻ നമുക്ക് കൂടെ കൂടെ ഇൻഫർമേഷൻ തന്നുകൊണ്ടേയിരിക്കും. ഒരു സെക്കൻഡ്. ആ, നീ ഇതും കൊണ്ട് എറണാകുളത്തിന് വിട്ടു. അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് എൻ്റെ പേരിൽ റൂം എടുക്കണം. ഞങ്ങൾ തിരിച്ചു വരുന്നവരെ നീ അവിടെ തങ്ങിക്കോ. കാർ ഹോട്ടലിൽ തന്നെ പാർക്ക് ചെയ്തു. ശരി. എന്തിനൊരു രേഖ വേണമല്ലോ. അപ്പോൾ ഞാനാണ് സാർ അല്ലേ? അതേടാ, നീ 2 ദിവസം സാറ് കളിച്ചോ? ഓക്കെ, അത് ഞാൻ ഏറ്റു. ആ, ദാ ഈ ഫോൺ വെച്ചു. ആര് വിളിച്ചാലും അറ്റൻഡ് ചെയ്യണ്ട. സുധ വിളിച്ചാൽ മാത്രം ഞാൻ മീറ്റിങ്ങിലും ബാത്റൂമിലും ഒക്കെയാ. ശരി. എൻ്റെ ഫോൺ എറണാകുളം റേഞ്ച് വിട്ട് പോകരുത്. ശരി, പൊയ്ക്കോ. ആ, ഇനി സമയം കളയണ്ട, നമുക്ക് പോവാം. ആ താക്കോലിഞ്ഞ.
ഞാൻ പോയിക്കൊണ്ടിരിക്കാമോ? എവിടെ എത്തി? പകുതി ദൂരം പോലും ആയിട്ടില്ല. സൂക്ഷിച്ചോടിക്കണേ. മനസ്സ് പതറിയിരിക്കാന്നറിയാം. ഒരുപാട് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എല്ലാം ശരിയാവും. എനിക്കെന്ത് ടെൻഷൻ? ഞാനിതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. അവിടെ എന്തുണ്ട് വിശേഷം? നീ ഫുഡ് കഴിച്ചോ? കഴിച്ചു. മരുന്ന് കഴിക്കാൻ മറക്കരുത്. അതും കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ. എനിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. ഞാനും കൂടെ വരേണ്ടതായിരുന്നു അല്ലേ? ഇതൊക്കെ എനിക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിലും നീ കൂടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? വഴക്കിന് പോവല്ലേ. നമുക്ക് കോംപ്രമൈസ് മതി. ചാകാനും കൊല്ലാനും മടിയില്ലാത്ത കൂട്ടരാ. എനിക്കും ശീതളിനും വേറെ ആരുമില്ലെന്ന് ഓർക്കണേ. എല്ലാം ഓർമ്മയുണ്ടമ്മോ. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നീ എവിടെ സമാധാനായിട്ടിരിക്കുക. ഞാൻ വിളിക്കാം. ഓക്കെ? എടാ ദേവനെ ഒന്ന് വിളിക്കുക. തമ്പി എവിടെ എത്തിയെന്നറിയാമല്ലോ. ഹലോ ദേവരാജ, ഇപ്പൊ എവിടെ എത്തി? കോഴിക്കോട്. നിങ്ങളോ? ഞങ്ങള് തൃശ്ശൂർ കഴിഞ്ഞു. തമ്പി മുമ്പിലുണ്ടല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. ഫോൺ ചെയ്യാൻ നിർത്തിയതുകൊണ്ട് ഞാൻ അല്പം പിന്നിലായിപ്പോയി. എന്നാ വേഗം വിട്ടോ. കണ്ണിൽ നിന്ന് മറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, ഓക്കെ. അങ്കിളെ, അല്പം കൂടി സ്പീഡിൽ വിട്ടോ. ഞാൻ ഡ്രൈവ് ചെയ്യണോ? വേണ്ടടാ, സ്പീഡ് കൂട്ടാൻ എനിക്കറിയില്ലേ. ആ, വിട്ടോ. നീ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളിന്ന് വരുവടി. നരേന്ദ്രൻ തമ്പി. നിന്റെ അച്ഛനല്ലെങ്കിലും അച്ഛനാണെന്ന് നീ കരുതി വച്ചിരിക്കുന്നത് ആ റാസ്കലിനല്ലേ? കാണാൻ നിനക്ക് കൊതിയുണ്ടാവും. നിന്നെ ഒന്ന് കാണാൻ അയാൾക്കും വലിയ ആഗ്രഹമായിരിക്കും. നിന്നെ ഇവിടുന്ന് മോചിപ്പിച്ച് കൊണ്ടുപോകാന്ന് കരുതി അയാളുടെ വരവ്. നിന്നെ രക്ഷിക്കുന്നതേ ഒരു കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്നത് പോലെ എളുപ്പമായിരിക്കുമെന്ന അയാളുടെ വിചാരം. പക്ഷെ അയാൾ വരുന്നത് ഇവിടേക്കല്ല,
ഈ കൽപ്പന ഒരുക്കി വച്ചിരിക്കുന്ന കെണിയിലേക്കാ. ഇനി ജീവിതത്തിൽ ഒരിക്കലും നരേന്ദ്രൻ തമ്പി നിന്നെ കാണില്ല, നീ അയാളെയും കാണില്ല.